നമസ്കാരം. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന അയ്യപ്പ ഭക്തർക്കുള്ള ഒരു സന്തോഷ വാർത്തയുമായാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ 1973 കേശവാനന്ദ ഭാരതി കേസിന് ശേഷം ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ 9 അംഗ ബെഞ്ചിന് മുന്നിൽ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഈ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന 9 അംഗ ബെഞ്ചിൻ്റെ വിധി ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ആ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഭാവിയിൽ സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് റിവ്യൂ ഹർജികൾ പരിഗണിക്കുകയും അന്തിമമായിട്ട് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുകയുള്ളൂ. യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടും ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നും വാദിക്കുന്ന കക്ഷികളുടെ അഭിഭാഷകരാണ് ഇന്നലെ വരെ, കഴിഞ്ഞ ദിവസം വരെ സുപ്രീം കോടതിയിൽ വാദമുഖങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടോ അവിടുത്തെ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് എന്നതിനെക്കുറിച്ചിട്ടോ ഇവിടുത്തെ മാധ്യമങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. സത്യത്തിൽ അതിനവർക്ക് സാധിക്കുകയും ഇല്ല. കാരണം അവിടെ നടക്കുന്നതൊക്കെ തന്നെ ഈ ഭരണഘടനയെ സംബന്ധിച്ചും മതത്തെ സംബന്ധിച്ചും റിലീജിയസ് ഡിനോമിനേഷനെ സംബന്ധിച്ചും ഒക്കെ ഉള്ള വളരെ ക്രിട്ടിക്കലായ വിഷയങ്ങളാണ്. അവിടെ അവർ വാദിക്കുന്നതൊക്കെ എന്താണെന്ന്, അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് അറിയാൻ സാധിക്കുന്നവർക്ക് മാത്രമേ അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടാക്കാനും സാധിക്കൂ. അതിനു പകരം വാദത്തിനിടയിൽ ഏതെങ്കിലും ഒരു ജഡ്ജി തൻ്റെ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വാർത്ത ഈ മാധ്യമങ്ങൾ സൃഷ്ടിക്കും. അതാണ് അവരുടെ രീതി. ഉദാഹരണത്തിന് ഈ 9 അംഗ ബെഞ്ചിലെ ഏക വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചത്, ഈ മാസത്തിൽ 3-4 ദിവസം ഈ സ്ത്രീകൾ അശുദ്ധരും ബാക്കി എല്ലാ ദിവസവും അവർ ശുദ്ധിവൃത്തി ഉള്ളവരും ആണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരു സ്ത്രീയായ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ മറ്റൊരു കാര്യം പറഞ്ഞത്, ഒരു മതത്തിലെ ആചാരങ്ങൾ അന്ധവിശ്വാസമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് എന്നുള്ളതാണ്. ഇതിനെയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ വാർത്തകൾ സൃഷ്ടിച്ചു. എന്നാൽ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് പറഞ്ഞത്, ഈ ശബരിമല കേസിന് ആസ്പദമായ 2006 ആ ഹർജി തന്നെ അന്നേ തള്ളിക്കളയേണ്ടതായിരുന്നു എന്നാണ്. എന്നാൽ അതിനെ സംബന്ധിച്ച് ഇവിടെ ഒരു വാർത്തയും ഒരു മാധ്യമങ്ങളും ഉണ്ടാക്കിയതും ഇല്ല. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കുന്നതിലൂടെ കേരളത്തിൽ നവോത്ഥാനം പൂത്തുലയണം എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ സത്യത്തിൽ ആഗ്രഹിക്കുന്നത്. നിയമപരമായ കാര്യത്തിൽ സാധാരണക്കാർക്ക് വലിയ താല്പര്യം ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എങ്കിലും അവർക്കൊക്കെ തന്നെ ഈ ശബരിമല കേസിൽ അന്തിമമായിട്ട് യുവതികളെ പ്രവേശിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ആകാംക്ഷ ഉണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് വലിയ ഈ നിയമങ്ങളൊന്നും പറയാതെ ഒരു കഥ പോലെ ഈ ശബരിമല കേസ് എന്താണ്, സുപ്രീം കോടതിയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്, അന്തിമമായിട്ട് ഒരു വിധി എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ഈ ദൈർഘ്യം അല്പം കൂടിയാലും നിങ്ങൾ ഇതിൻ്റെ അവസാനം വരെ കാണണമെന്നും ഈ ശബരിമല കേസ് എന്താണെന്നും ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. 2006 ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയിലെ 3-4 സ്ത്രീകൾ ചേർന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾക്ക് മൗലിക അവകാശങ്ങളുണ്ട്. ആർട്ടിക്കിൾ 25 പ്രകാരം ഞങ്ങൾക്ക് ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും അത് ആചരിക്കുന്നതിനും അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്നതിനും ഉള്ള മൗലിക അവകാശം ഉണ്ട്. എന്നാൽ ഒരു പബ്ലിക് ക്ഷേത്രമായ ശബരിമലയിൽ 10-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല. അത് ആർട്ടിക്കിൾ 14 നൽകുന്ന തുല്യത, 15 നൽകുന്ന നോൺ ഡിസ്ക്രിമിനേഷൻ, അതുപോലെ 17 നൽകുന്ന അൺടച്ചബിലിറ്റിക്ക് എതിരെ ഉള്ള അവകാശം, ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിൽ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിക്കുന്ന 1965 ഒരു ആക്ട് ഉണ്ട്. അതിൻ്റെ അടിയിൽ ഉള്ള റൂൾ 3B അതിനെ ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കണം എന്നും അവിടെ പോകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നും അവർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്നു. അവരുടെ ആവശ്യം കേട്ടാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്നത് അവരുടെ ആവശ്യം നിഷ്കളങ്കമായ ന്യായയുക്തമായ ഒന്നാണ് എന്നായിരിക്കും. ഈ കേസിൽ കേരള സർക്കാർ 13/11/2007 യുവതീ പ്രവേശനത്തെ
അനുകൂലിച്ചുകൊണ്ട് ഒരു സത്യവാങ്മൂലം നൽകി. തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 5/2/2016 പഴയ സത്യവാങ്മൂലം പിൻവലിച്ചുകൊണ്ട് യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് ഒരു പുതിയ സത്യവാങ്മൂലം നൽകി. തുടർന്ന് 2016 തന്നെ പിണറായി വിജയൻ സർക്കാർ സുപ്രീം കോടതിയോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടാമത്തെ സത്യവാങ്മൂലം പിൻവലിക്കുന്നു. ആദ്യത്തെ സത്യവാങ്മൂലം തന്നെ ഞങ്ങളുടെ സത്യവാങ്മൂലമായിട്ട് സുപ്രീം കോടതി കണക്കാക്കണമെന്നും ആവശ്യപ്പെട്ടു. യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകിയത്. അപ്പോൾ യുവതീ പ്രവേശനത്തെ എതിർത്ത ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ വാദങ്ങൾ 2 മാത്രമായിരുന്നു. ഒന്നാമതായി, ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ രൂപത്തിൽ ഉള്ളതാണ്. അതുകൊണ്ട് അവിടെ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. രണ്ടാമത്തേതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. രണ്ടാമതായി അവർ വാദിച്ചത് അയ്യപ്പന്മാർ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 പ്രകാരം മതപരമായ കാര്യങ്ങളിൽ അവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. മറ്റാർക്കും തന്നെ അക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നായിരുന്നു. ഈ രണ്ടാമത്തെ ഭാഗത്തു നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. അതായത് അയ്യപ്പന്മാർ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണെങ്കിൽ മാത്രമേ അവരുടെ വാദം വിജയിക്കൂ. അതുകൊണ്ട് തന്നെ ശബരിമല കേസിലെ യഥാർത്ഥ തർക്ക വിഷയം എന്ന് പറയുന്നത് ഈ അയ്യപ്പന്മാർ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണോ അല്ലയോ എന്നുള്ളത് മാത്രമായിരുന്നു. എന്താണ് ഒരു റിലീജിയസ് ഡിനോമിനേഷൻ എന്നതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിലും തർക്കം നടക്കുകയാണ്. മിക്കവാറും ആർക്കും തന്നെ അതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയും ഇല്ല. എന്നാൽ ഞാനിവിടെ അതിനെക്കുറിച്ചിട്ട് വിശദമായി പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ വളരെ നേരത്തെ തന്നെ അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അതുകൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൽക്കാലത്തേക്ക് എല്ലാ മതവിഭാഗങ്ങൾക്കടിയിലും ചില പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചില പ്രത്യേക സമ്പ്രദായങ്ങളും ഒക്കെ ഉള്ള ഈ റിലീജിയസ് സെക്റ്റുകളെ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ ആണ് റിലീജിയസ് ഡിനോമിനേഷൻ എന്നുള്ളത് നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് റിലീജിയസ് ഡിനോമിനേഷൻ എന്ന 2 വാക്കുകൾ ഉപയോഗിച്ചത് 1954 ഷിറൂർ മഠ് കേസിൽ ആയിരുന്നു. ആ ജഡ്ജ്മെൻറ്റിൻ്റെ 89ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്, The word denomination has been defined in the Oxford Dictionary to mean a collection of individuals classed together under the same name, a religious sect or a body having common faith and organization and designated by a common name എന്നായിരുന്നു. നാം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോടതി ഒരു വിധിയായിട്ടല്ല ഈ റിലീജിയസ് ഡിനോമിനേഷനെ കുറിച്ചിട്ട് അവിടെ പറഞ്ഞത്. പകരം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ റിലീജിയസ് ഡിനോമിനേഷനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് ആ വിധിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയത്. എന്നാൽ നാം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വിധിക്ക് ശേഷം വന്ന മിക്കവാറും എല്ലാ സുപ്രധാനമായ വിധികളിലും ഈ ഷിരൂർ മഠ് കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റിലീജിയസ് ഡിനോമിനേഷനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നു, ഡിഫൈൻ ചെയ്തിരുന്നു എന്നുള്ള അർത്ഥത്തിൽ അതിനെ കണക്കിലെടുത്തുകൊണ്ടാണ് മിക്കവാറും എല്ലാ കേസുകളിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പറഞ്ഞത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലൊരു വിധി ഉണ്ടായിരുന്നില്ല. മറിച്ച് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് മാത്രമേ സുപ്രീം കോടതി 1954 പറഞ്ഞിരുന്നുള്ളൂ. അതിനുശേഷം തുടർന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിധിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതൊരു റിലീജിയസ് ഡിനോമിനേഷൻ ആകണം എന്നുണ്ടെങ്കിൽ അതിന് 3 പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം എന്നാണ്. അതായത് തങ്ങളുടെ ആത്മീയ ഉയർച്ചയ്ക്ക് അനുകൂലമായ പ്രത്യേകം വിശ്വാസങ്ങളും മതോപദേശങ്ങളും ഉള്ള പൊതുവിശ്വാസത്തിൽ അധിഷ്ഠിതമായ വ്യക്തികളുടെ കൂട്ടായ്മ ആയിരിക്കണം ഒരു റിലീജിയസ് ഡിനോമിനേഷൻ. കൂടാതെ അവർക്ക് പൊതുവായ ഒരു സംഘടനയും ഉണ്ടായിരിക്കണം. അവസാനമായി അവരുടെ ഗ്രൂപ്പിന് ഒരു പ്രത്യേക പേരും ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ഈ 3 പ്രത്യേകതകളും ഉള്ള റിലീജിയസ് ഗ്രൂപ്പിനാണ് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 ചില പ്രത്യേക അവകാശങ്ങൾ സംരക്ഷിച്ച് നൽകിയിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവർക്ക് മതസ്ഥാപനങ്ങളും ധർമ്മസ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നതിനും അവയെ പരിപാലിക്കുന്നതിനും ഉള്ള അവകാശം ഉണ്ടായിരിക്കും. അവരുടെ മതപരമായ കാര്യങ്ങളിൽ അവർക്ക് തന്നെ സ്വയം തീരുമാനം എടുക്കാം. മറ്റാർക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. അവരുടെ ഓർഗനൈസേഷന് സ്വത്തുവകകൾ സമ്പാദിക്കുന്നതിനും അതിൻ്റെ ഉടമസ്ഥൻ ആയിരിക്കാനും കഴിയും. അത്തരത്തിലുള്ള വസ്തുവകകളെ അവർക്ക് നിയമാനുസരണം കൈകാര്യം ചെയ്യാനും ഉള്ള
അധികാരവും അവകാശവും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യുവതീ പ്രവേശനത്തെ എതിർത്ത ആൾക്കാർ, കക്ഷികൾ, അയ്യപ്പന്മാർ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണെന്ന് വാദിച്ചത് എന്നുള്ളതിൻ്റെ ഗുട്ടൻസ് കാരണം നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. കാരണം സുപ്രീം കോടതി പറയുകയാണ് അയ്യപ്പന്മാർ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ പിന്നെ അവർക്ക് തന്നെ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സ്വയം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. മറ്റാർക്കും തന്നെ, ഇവൻ കോടതിക്ക് പോലും അവരുടെ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ ഇടപെടാൻ കഴിയില്ല. ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ എതിർത്ത ആൾക്കാർ എന്തുകൊണ്ടാണ് തങ്ങളൊരു റിലീജിയസ് ഡിനോമിനേഷൻ ആണ് എന്ന് വാദിച്ചത്, അതിന് പിന്നിലുള്ള കാരണം നാം കണ്ടു. അടുത്തതായിട്ട് നാം നേരത്തെ കണ്ടു, ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആകണമെങ്കിൽ അവർക്ക് 3 പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അതിലൊന്നാണ് അവർക്കൊരു പ്രത്യേക പേരുണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് യാതൊരു നിവൃത്തിയും ഇല്ലാതെ സുപ്രീം കോടതിയിൽ വാദിച്ചത് ഈ അയ്യപ്പ ഭക്തന്മാരുടെ പേര് അയ്യപ്പന്മാർ എന്നാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേരുണ്ടെന്നായിരുന്നു അന്ന് വാദിച്ചത്. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമലയിൽ ദർശനം നടത്തുന്ന സ്ത്രീകളെ അയ്യപ്പന്മാർ എന്നല്ല വിളിക്കുന്നത്, അവരെ വിളിക്കുന്നത് മാളികപ്പുറം എന്നാണ്. അപ്പോൾ അത് മറ്റൊരു റിലീജിയസ് ഡിനോമിനേഷൻ ആണോ? അല്ല. തീർച്ചയായിട്ടും ഈ അയ്യപ്പന്മാർ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ അല്ല. എങ്കിലും നിവർത്തികേട് കൊണ്ട് അങ്ങനെയൊക്കെ സുപ്രീം കോടതിയിൽ വാദിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. കൂടാതെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? അവർക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. അയ്യപ്പന്മാർക്ക് അങ്ങനെ ഒരു മതപരമായ ഓർഗനൈസേഷൻ ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് വ്യക്തമായ ഉത്തരം. മൂന്നാമത്തെ ക്രൈറ്റീരിയ, അതായത് അവർക്ക് പ്രത്യേകമായ മത ഉപദേശങ്ങളും മറ്റും ഉണ്ടായിരിക്കണം, പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അത് എങ്ങനെയാണ്? സ്ഥിരമായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതും ഈ ശബരിമലയിൽ ദർശനം നടത്തുന്ന അയ്യപ്പന്മാർക്ക് ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. കാരണം എന്താണ്? അവർ ഈ ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ പോകുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലും പ്രത്യേക ആരാധനകളിലും ഒക്കെ ആയിരിക്കും അവർ പങ്കെടുക്കുക. ഞാനൊരു റിലീജിയസ് ഡിനോമിനേഷൻ്റെ കാര്യം പറയാം. എൻ്റെ വീടിന് തൊട്ടടുത്താണ് നാം ഈ ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അതിന് വളരെയേറെ പഴക്കം ഒന്നും ഇല്ല. ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണത്. അവിടെ ഉള്ള അന്തേവാസികൾ ആരും തന്നെയും മറ്റൊരു ഹിന്ദു ക്ഷേത്രത്തിലും പോകാറേ ഇല്ല. അതാണ് ഇത്തരത്തിലുള്ള ഒരു റിലീജിയസ് ഡിനോമിനേഷൻ്റെ പ്രത്യേകത. അവർക്ക് പ്രത്യേകമായ മതോപദേശങ്ങളും മറ്റും ഉണ്ട്, അവർക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവർക്ക് വേറെ പേരും ഉണ്ട്. അപ്പോൾ അവർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു റിലീജിയസ് ഡിനോമിനേഷൻ്റെ സ്റ്റാറ്റസ് കിട്ടും. വേറസ് ഈ നിയമങ്ങളാണ് നിലവിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അയ്യപ്പന്മാർക്ക് ശബരിമലയിൽ ദർശനം നടത്തുന്ന ഭക്തന്മാർക്ക് ഒരിക്കലും ഒരു റിലീജിയസ് ഡിനോമിനേഷൻ്റെ സ്റ്റാറ്റസ് നിയമപരമായി നേടിയെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു പണ്ട് ഈ സുപ്രീം കോടതി ശബരിമല കേസിൽ വിധി പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അഥവാ അയ്യപ്പന്മാർ ഒരു ഡിനോമിനേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആർട്ടിക്കിൾ 26 അടിയിൽ ശബരിമലയിലെ ഭരണം തന്നെ സ്വന്തം നിലയിൽ നടത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡാണ് അവിടുത്തെ ഭരണം നടത്തുന്നത്. അപ്പോൾ ഈ യുവതീ പ്രവേശനത്തെ എതിർത്ത ആൾക്കാരുടെ മുന്നിൽ എല്ലാ പ്രതിസന്ധികളും ആണ് ഉണ്ടായിരുന്നത്. അല്ലാതെ അവർക്ക് യാതൊരു കാരണവശാലും അവർ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണെന്ന് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ നിയമപരമായ ഇത്തരം വസ്തുതകൾ കണക്കിലെടുത്താൽ ആർക്കും തന്നെ ഈ ശബരിമലയിലെ ഭക്തന്മാരെ ഒരു റിലീജിയസ് ഡിനോമിനേഷനായി കണക്കാക്കാൻ കഴിയുമായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശബരിമല അയ്യപ്പന്മാർ ഒരു ഡിനോമിനേഷൻ അല്ല എന്ന് വിധിച്ചതും. അതുപോലെ തന്നെ 1965 ദ ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി റൂൾസ് 3B ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 9-ാം തീയതി യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് സീനിയർ അഭിഭാഷകനായ CS വൈദ്യനാഥൻ ഒരു കൊടുങ്കാറ്റായി 9-അംഗ ബെഞ്ചിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. 1949 ജനിച്ച 77 വയസ്സ് പ്രായമുള്ള വൈദ്യനാഥൻ സാർ വളരെ സീനിയറായിട്ടുള്ള ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം രാമജന്മഭൂമി കേസിലും ഹാജരായിരുന്നു. കൂടാതെ കഴിഞ്ഞ വർഷം പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശ്രമം എന്ന് പറയുന്നത് ഈ അയ്യപ്പ ഭക്തരെ എങ്ങനെയെങ്കിലും ഈ റിലീജിയസ് ഡിനോമിനേഷൻ എന്നുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. നാം ഓർക്കേണ്ടത് 1954 72 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഷിറൂർ മഠ് കേസിൽ ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ ഭാഗം ഉദ്ധരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ആ ജഡ്ജ്മെൻറ്റിൽ അവിടെ ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ ഭാഗം ഒന്ന് റെഫർ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതാണ് റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് ഷിറൂർ മഠ് കേസിൽ
ഏഴംഗ സുപ്രീം കോടതി ബെഞ്ച് വിധി പറഞ്ഞിരുന്നില്ല എന്നുള്ള സ്ഫോടനാത്മകമായ ഒരു കാര്യമാണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത്. നാം അത് വായിക്കുകയാണെങ്കിൽ അവിടെ കോടതി പറയുന്നുണ്ട്, ഇത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി എഴുതിയിരിക്കുന്ന കാര്യമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ 72 നീണ്ട വർഷങ്ങൾക്കുള്ളിൽ ആരും തന്നെ അത് കണ്ടെത്തുകയോ ഈ ശബരിമല കേസിലെങ്കിലും അത് അവതരിപ്പിക്കുകയോ ചെയ്തില്ല. അത് ആദ്യമായിട്ട് ചെയ്തത് CS വൈദ്യനാഥൻ സാർ ആയിരുന്നു. അദ്ദേഹം ശക്തിയുക്തം ബാധിച്ചത് 1954 ശിരോമഠ് കേസിൽ 7 അംഗ സുപ്രീം കോടതിയുടെ ബെഞ്ച് എന്താണ് ഒരു റിലീജിയസ് ഡിനോമിനേഷന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് വിധിച്ചിട്ടില്ല എന്നും പകരം അവിടെ ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു റെഫറൻസ് മാത്രമാണ് നടത്തിയിട്ടുള്ളത് എന്നും, കൂടാതെ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ഹിന്ദി പതിപ്പും ഉണ്ട്. അതിൽ ഈ റിലീജിയസ് ഡിനോമിനേഷന് പകരം പറഞ്ഞിരിക്കുന്നത് ധാർമ്മിക സമ്പ്രദായ എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഈ റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയുന്നത് അബ്രഹാമിക് റിലീജിയൻസിനെ ഉദ്ദേശിച്ചിട്ടുള്ളത് ആണെന്നും അത് വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ആണെന്നും ഇവിടെ ഉള്ളത് ധാർമ്മിക് സമ്പ്രദായ ആണ് എന്നും ആ ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കണം ഈ റിലീജിയസ് ഡിനോമിനേഷനെ ഇന്ത്യയിൽ അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത് എന്നും അദ്ദേഹം വാദിച്ചു. കൂടാതെ അദ്ദേഹം വാദിച്ചത് ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് ഇവിടെ ഹിന്ദുയിസം ഇല്ലാതിരുന്നു എന്നും പകരം സനാതന ധർമ്മമാണ് ഉണ്ടായിരുന്നത് എന്നും ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷമാണ് അവർ ഈ ഹിന്ദുയിസം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 1954 ശിരോമഠ് കേസിലെ ഈ നാം നേരത്തെ കണ്ട വിധിയുടെ ഭാഗം അത് സെറ്റ് അസൈഡ് ചെയ്യണം എന്നും അദ്ദേഹം വാദിച്ചു. അടുത്തതായി അദ്ദേഹം എന്താണ് സമ്പ്രദായ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും പല സമൂഹത്തിൽപ്പെട്ടവരാണ്. അവർ ആരാധിക്കുന്നത് പല ദൈവങ്ങളെയാണ്. അവർ ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും ഒക്കെ തന്നെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. സമ്പ്രദായ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഉപമത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആണെന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അടുത്തതായി മോണി വില്യംസിൻ്റെ സാൻസ്ക്രിറ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഈ സമ്പ്രദായ എന്നുള്ളതിനോട് ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഉപമത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ ഗുരുക്കന്മാരിലൂടെ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യുന്ന മത ഉപദേശങ്ങളും മതക്രമങ്ങളും ആണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഒരു സമ്പ്രദായം നിലനിൽക്കുന്നത് അതിലെ അംഗങ്ങളുടെയും ഗുരുക്കന്മാരുടെയും കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തിനുള്ള കഴിവ്? അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതക്രമങ്ങളും ഒക്കെ തന്നെ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നടപ്പിൽ വരുത്തുന്നതിൽ അവർ എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു സമ്പ്രദായത്തിൻ്റെ വിജയം എന്നും. ഈ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് ശബരിമല കേസിൽ കഴിഞ്ഞ വിധി പറഞ്ഞ അവസരത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കാണാൻ മറന്നുപോയതെന്നും അദ്ദേഹം സ്ഥാപിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിൽ ആർക്ക് വേണമെങ്കിലും, ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ പാഴ്സിക്കോ സിക്കിനോ ആർക്ക് വേണമെങ്കിലും അവിടെ ദർശനം നടത്താൻ സാധിക്കും. പക്ഷേ സബ്ജക്റ്റ് ടു ഓൺലി ഓൺ കണ്ടീഷൻ, ദാറ്റ് ഈസ് അവർക്ക് അയ്യപ്പനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെ വിശ്വാസത്തോടു കൂടി അവിടെ ദർശനം നടത്താൻ ചെല്ലുന്നവർ അവിടെ എന്താണോ ആചാരവും അനുഷ്ഠാനവും അത് പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്, അവർ നിർബന്ധിതർ ആണ്. അതിനെ ചോദ്യം ചെയ്യാൻ അങ്ങനെ ദർശനം നടത്താൻ പോകുന്നവർക്ക് യാതൊരു വിധത്തിലും ഉള്ള അവകാശമോ അധികാരമോ ഇല്ല. അത് മനസ്സിലാക്കാതെയാണ് കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പറഞ്ഞത് എന്നും ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിലെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ചോദ്യം ചെയ്യുന്നു എങ്കിൽ അതിനർത്ഥം ആ വ്യക്തി ആ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. തുടർന്ന് അദ്ദേഹം ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഏത് മതത്തിൽപ്പെട്ട വ്യക്തിക്ക് വേണമെങ്കിലും, ഒരുപക്ഷെ അയാൾ ഒരു നിരീശ്വരവാദി ആണെങ്കിൽ പോലും അയാൾക്ക് ഗോൾഡൻ ടെമ്പിളിൽ ദർശനം നടത്താൻ സാധിക്കും. പക്ഷേ സബ്ജക്റ്റ് ടു ഓൺ കണ്ടീഷൻ, അതായത് ഒരു ചെറിയ കർച്ചീഫെങ്കിലും കൊണ്ട് നിങ്ങളുടെ തല ഒന്ന് മറച്ചിരിക്കണം. അതായത് ഒരു സമ്പ്രദായത്തിൽ നിങ്ങൾ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവിടുത്തെ മര്യാദകളെ ബഹുമാനിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾ ആ സമ്പ്രദായത്തെ സ്വീകരിക്കണം എന്നില്ല, പക്ഷേ നിങ്ങൾ തന്നെ ആ സമ്പ്രദായത്തിന് മുന്നിൽ കീഴടങ്ങണം എന്നാണ്. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ കീഴടങ്ങണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിരോമഠിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് പല വിധികളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ വിധികളെല്ലാം തന്നെ തെറ്റാണെന്നും ആ വിധികളെല്ലാം തന്നെ സുപ്രീം കോടതി പുനഃപരിശോധിക്കണം എന്നും
വൈദ്യനാഥൻ സാർ ആവശ്യപ്പെട്ടു. ഹിന്ദുമതം വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒന്നാണെന്നും അതിൽ പല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാക്രമങ്ങളും ഉണ്ടെന്നും അതിൽപ്പെട്ട ഓരോ ഉപമത വിഭാഗങ്ങൾക്കും അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആരാധനാക്രമങ്ങളെയും സംരക്ഷിക്കാനുള്ള അധികാരം, അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ ഇവിടെ നിലനിന്നിരുന്ന സംസ്കാരത്തെ അഥവാ നിലനിൽക്കുന്ന സംസ്കാരത്തെ മറന്നുകൊണ്ട് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിലീജിയസ് ഡിനോമിനേഷനെ വ്യാഖ്യാനിക്കുന്നത് ഭരണഘടന തന്നെ ഈ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഹിന്ദു സമ്പ്രദായങ്ങളെ നിരാകരിക്കുന്നതിന് തുല്യമായിരിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. അതിനാൽ ഇന്ത്യൻ ഭരണഘടനയെ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരിക്കണം. അല്ലാതെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കരുത് എന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ വിത്തുകൾ മുളപ്പിക്കേണ്ടത് ഇന്ത്യൻ സംസ്കാരത്തിന് അനുയോജ്യമായ മണ്ണിലും ഈ കാലാവസ്ഥയിലും ആയിരിക്കണം. എങ്കിൽ മാത്രമേ അത് പ്രതീക്ഷിച്ച രീതിയിൽ വളരുകയും ഇന്ത്യക്കാർക്ക് ഫലം നൽകുകയും ഉള്ളൂ. ഈ വിത്തിനെ കൊണ്ടുപോയിട്ട് പാശ്ചാത്യ കൾച്ചറിൽ വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും തന്നെ വളരില്ല എന്നും, കൂടാതെ നിയമം ഈ സമയവും സ്ഥലവും മാറുന്നതിന് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ മറ്റൊരു സ്ഥലത്തെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ വ്യാഖ്യാനങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ റിലീജിയസ് ഡിനോമിനേഷന് അഥവാ സമ്പ്രദായങ്ങൾക്ക് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടെന്നും ആ കാര്യത്തിൽ കോടതികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിനോ നിയമനിർമ്മാണ സഭകൾക്കോ അതിൽ കൈകടത്താനുള്ള യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ റിലീജിയസ് ഡിനോമിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ആയിരിക്കണം, അല്ലാതെ അബ്രഹാമിക് കോണ്ടെക്സ്റ്റിൽ ആയിരിക്കരുത് എന്നും അദ്ദേഹം വാദിച്ചു. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് വൈദ്യനാഥൻ സാർ തൻ്റെ ഈ അഭിഭാഷക വൃത്തി ആരംഭിച്ച സമയത്ത് ഒരുപക്ഷെ ഈ 9 അംഗ ബെഞ്ചിലുള്ള ഒരു ജഡ്ജി പോലും തൻ്റെ 10ാം ക്ലാസ് പോലും പാസ്സായിട്ടുണ്ടായിരുന്നിരിക്കില്ല. ഞാനവിടെ കണ്ടത് ഒരു പ്രഗത്ഭനായ ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുമ്പോൾ ബുദ്ധി ഉള്ള ഈ സമർത്ഥരായ വിദ്യാർത്ഥികൾ എത്ര ശ്രദ്ധയോടെയാണോ അദ്ദേഹത്തെ കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്, അതുപോലത്തെ ഒരു സീനാണ് എനിക്ക് സുപ്രീം കോടതിയിൽ കാണാൻ കഴിഞ്ഞത്. ഒരു ജഡ്ജി പോലും ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഒരു ചോദ്യവും ചോദിച്ചില്ല. ജസ്റ്റിസ് നാഗരത്ന മാത്രം ഇടയ്ക്കിടയ്ക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ച് അത് വൈദ്യനാഥൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആയിരുന്നു. അതെ ഞാനത് അംഗീകരിക്കുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടന്നത്. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എടി ശബരിമലയിലെ യുവതീ പ്രവേശനം എന്നുള്ള ആ ഒരു കാര്യം പോയിക്കഴിഞ്ഞു, അത് ഒരിക്കലും തന്നെ തിരിച്ചു വരില്ല. കാരണം അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ വൈദ്യനാഥൻ സാർ ഈ ശബരിമല വിഷയത്തിൽ അദ്ദേഹം തൻ്റെ വാദമുഖങ്ങൾ നിരത്തിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും, ഈ 9 അംഗ ബെഞ്ചിൻ്റെ ഈ ഉത്തരവ് വന്നതിന് ശേഷം എന്നെങ്കിലും 5 അംഗ ബെഞ്ച് ശബരിമല കേസിലെ റിവ്യൂ പെറ്റീഷനുകൾ വാദം കേൾക്കുമ്പോൾ 99.99% ഈ യുവതീ പ്രവേശനം അറബിക്കടലിൽ തന്നെ ആയിരിക്കും. അതുകൂടാതെ ദൂരവ്യാപകമായ മറ്റു പല കാര്യങ്ങളും ഈ വൈദ്യനാഥൻ സാറിൻ്റെ ആർഗ്യുമെൻ്റ് സുപ്രീം കോടതി അക്സെപ്റ്റ് ചെയ്യുകയും ഈ ശബരിമലയിലെ അയ്യപ്പ ഭക്തരെ ഒരു ഡിനോമിനേഷനായി പരിഗണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകും. അതിനെ സംബന്ധിച്ചിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംവദിക്കാം. ഇപ്പോൾ തന്നെ വീഡിയോ നീണ്ടുപോയി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ വീഡിയോ എടുത്തത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ അയ്യപ്പ ഭക്തർക്ക് എന്തെങ്കിലും ചില വിവരങ്ങൾ കിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിൽ ഞാൻ സംതൃപ്തനായി. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.